നമസ്കാരം. കെ.പി.സി.സി നേതൃത്വത്തിനും എ.ഐ.സി.സി ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാലിനുമെതിരെ ഗുരുതരമായ ആരോപണങ്ങളുമായി കെ. കരുണാകരന്റെ മകളും നിലവിൽ ബി.ജെ.പി നേതാവുമായ പത്മജ വേണുഗോപാൽ ടെലിവിഷൻ അഭിമുഖ പരിപാടിയിലാണ് കോൺഗ്രസ് വിടാനുണ്ടായ സാഹചര്യങ്ങളെക്കുറിച്ചും താൻ നേരിട്ട അവഗണനകളെക്കുറിച്ചും പത്മജ തുറന്നു പറഞ്ഞത്. ജീവിതത്തിൽ ഇനി ഒരിക്കലും കോൺഗ്രസിലേക്ക് മടങ്ങില്ലെന്ന് വ്യക്തമാക്കിയ അവർ പാർട്ടിയിൽ തനിക്ക് ഏറ്റവും കൂടുതൽ ദ്രോഹം ചെയ്തത് കെ.സി. വേണുഗോപാലാണെന്നും കുറ്റപ്പെടുത്തി. കോൺഗ്രസിലുണ്ടായിരുന്ന കാലത്ത് കെ.സി. വേണുഗോപാലിൽ നിന്ന് തനിക്കൊട്ടും അനുകൂലമായ സമീപനമല്ല ലഭിച്ചതെന്നും പത്മജ പറഞ്ഞു. തൃശ്ശൂരിലെ ചില പ്രാദേശിക നേതാക്കളുമായി വേണുഗോപാലിന് അവിശുദ്ധമായ ബന്ധമാണുള്ളത്. ഈ പ്രാദേശിക നേതാക്കൾ കണ്ണുരുട്ടിയാൽ അദ്ദേഹം പേടിക്കുമെന്നും അതിൻ്റെ പിന്നിലെ രഹസ്യം എന്താണെന്ന് തനിക്കറിയില്ലെന്നും പത്മജ പരിഹസിച്ചു. തന്നെ തിരഞ്ഞെടുപ്പുകളിൽ തോൽപ്പിക്കാൻ ശ്രമിച്ചതും ഈ പ്രാദേശിക നേതാക്കളാണ്. ഇവർക്ക് എല്ലാവിധ പ്രോത്സാഹനവും നൽകിയിരുന്നത് വേണുഗോപാലായിരുന്നു. കെ. കരുണാകരനോട് വേണുഗോപാൽ കൂറ് പുലർത്തിയിരുന്നിരിക്കാം, എന്നാൽ അദ്ദേഹത്തിൻ്റെ മക്കളോട് ആ പരിഗണന കാണിച്ചിട്ടില്ലെന്നും പത്മജ കൂട്ടിച്ചേർത്തു. കോൺഗ്രസിലുണ്ടായിരുന്നപ്പോൾ കെ.സി. വേണുഗോപാൽ അനുകൂല സമീപനമായിരുന്നില്ല. പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായില്ല. അദ്ദേഹത്തിന് പ്രാദേശിക നേതാക്കളുമായി ഭയങ്കര ബന്ധമാണ്. അതിന് പിന്നിലെ രഹസ്യം എനിക്കറിയില്ല. ആ നേതൃത്വവുമായി എനിക്ക് അടുപ്പമില്ല. തിരഞ്ഞെടുപ്പിൽ എന്നെ തോൽപ്പിക്കാൻ ശ്രമിച്ചത് അവരാണ്. ഞാൻ പരാതി പറഞ്ഞപ്പോൾ കെ.പി.സി.സി വൈസ് പ്രസിഡന്റ് ആയിരുന്ന എന്നെ തരം താഴ്ത്തി എക്സിക്യൂട്ടീവിലേക്ക് മാറ്റി. ഒന്നിനും കൊള്ളാത്ത ആൾക്കാരോ കയറി സ്റ്റേജിലിരിക്കുക. ഞാൻ ഏറ്റവും പിറകിലത്തെ സീറ്റിലായി ഓരോന്നിലും അപമാനിച്ചു. പല പരിപാടികളിലും എന്നെ വിളിക്കില്ല. തൃശ്ശൂരിൽ നിന്ന് എന്നെ മാറ്റി നിർത്തുകയായിരുന്നു. ഈ സമയത്ത് എന്നെ കുറച്ചൊക്കെ സഹായിച്ചത് കെ. സുധാകരനായിരുന്നു. അന്ന് എന്നോട് സിമ്പതി കാണിച്ചത് വി.ഡി. സതീശനായിരുന്നു. പ്രാദേശിക നേതാക്കൾക്ക് എന്നോട് താല്പര്യമില്ലായിരുന്നു. അവരെ പ്രോത്സാഹിപ്പിച്ചത് കെ.സി. വേണുഗോപാലാണ്. അദ്ദേഹം പിതാവിനോട് കൂറ് പുലർത്തി, പക്ഷേ ഞങ്ങളോട് കാണിച്ചില്ല എന്നും പത്മജ പറഞ്ഞു. അതേസമയം ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് കെ.വി. തോമസിനെതിരെയും പത്മജ രംഗത്തെത്തിയിരുന്നു. കാര്യം കാണാൻ ഇത്രയും നുണ പറയുന്ന ഒരു മനുഷ്യൻ വേറെ ഇല്ലെന്നായിരുന്നു കെ.വി. തോമസിനെതിരെ ഉണ്ടായിരുന്ന പത്മജയുടെ വിമർശനം. കെ.വി. തോമസിന്റെ പുതിയ പുസ്തകത്തിലെ വെളിപ്പെടുത്തലുകൾക്കെതിരെയായിരുന്നു രൂക്ഷമായ ഭാഷയിൽ പത്മജ പ്രതികരിച്ചത്. കെ.വി. തോമസ് കെ. കരുണാകരനെ ചതിച്ചു. കെ. കരുണാകരൻ ക്ഷീണിതനായപ്പോൾ കെ.വി. തോമസ് എ.കെ. ആന്റണിക്ക് അടുത്തേക്ക് പോയി. അവിടെ നിന്നാണ് പിണറായി വിജയന്റെ അടുത്തേക്ക് പോയത്. കെ. കരുണാകരനും സോണിയാഗാന്ധിയും തെറ്റാൻ ഞാനാണ് കാരണമെന്ന് പറയുന്നതും തെറ്റാണ്. ചാലക്കുടിയിൽ തന്നെ മത്സരിപ്പിക്കാൻ അച്ഛൻ ആഗ്രഹമുണ്ടായിരുന്നു. താൻ തന്നെയാണ് അതിൽ നിന്ന് പിന്മാറിയത്. കെ.വി. തോമസിന്റെ പുസ്തകത്തിൽ പറയുന്നത് മുഴുവൻ തെറ്റാണ്. പുസ്തകം വിറ്റുപോകാൻ വേണ്ടിയാണ് ഇതൊക്കെ പറയുന്നത്. മരിച്ചുപോയ മനുഷ്യനോട് നന്ദി വേണ്ട. കുറ്റപ്പെടുത്തുന്നത് കാണുമ്പോൾ വിഷമം തോന്നിയെന്നും പത്മജ പ്രതികരിച്ചിരുന്നു. കെ. മുരളീധരനെ കെ.പി.സി.സി അധ്യക്ഷനാക്കുന്നതിൽ സോണിയാഗാന്ധിക്ക് എതിർപ്പുണ്ടായിരുന്നുവെന്ന വാദവും തെറ്റാണെന്നും പത്മജ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. എങ്ങനെ കെ.വി. തോമസ് ആയി എന്നത് ഓർത്താൽ നല്ലത്. കെ.വി. തോമസ് വല്ലതും പറഞ്ഞാൽ പഴയ ചരിത്രം വിളിച്ചു പറയേണ്ടി വരും. കെ.വി. തോമസ് ആരുടെ അടുത്തേക്കാണ് പോകുന്നതെന്ന് എനിക്കറിയില്ല. അവരെ സന്തോഷിപ്പിക്കാനാണോ ബുക്ക് വിൽക്കാനാണോ ഇതൊക്കെ പറഞ്ഞതെന്ന് തനിക്കറിയില്ല എന്നും അവർ പ്രതികരിച്ചിരുന്നു. തൃശ്ശൂരിൽ ബി.ജെ.പിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ വോട്ട് ചോർന്നത് അന്വേഷിക്കേണ്ട കാര്യമാണ്. ഇക്കാര്യം പാർട്ടിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജനങ്ങൾക്ക് എൽ.ഡി.എഫിനോടുള്ള ദേഷ്യമാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. തൃശ്ശൂർ എൻ്റെ നാടാണെന്നും പാർട്ടി പറഞ്ഞാൽ ഇനിയും മത്സരിക്കുമെന്നും പത്മജ പ്രതികരിച്ചിരുന്നു. 2001 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്മജ വേണുഗോപാലിനെ മത്സരിപ്പിക്കാനുള്ള ആഗ്രഹമാണ് കെ. കരുണാകരൻ്റെയും സോണിയാഗാന്ധിയെയും അകലാനിടയാക്കിയതെന്നായിരുന്നു കെ.വി. തോമസ് തൻ്റെ ആത്മകഥയിൽ വെളിപ്പെടുത്തിയിരുന്നത്.